തന്റെ വീട്ടിൽ എരുമയുണ്ടോടും? ആ, ഒരു വെളുത്ത സംസാരിക്കുന്ന എരുമയുണ്ട്. എന്തിനാ? നാളെ തൊട്ട് കുറച്ച് എരുമപ്പാല് വേണം. ആ, എരുമ എന്തിനാ എരുമപ്പാല് കുടിക്കുന്നത്? സമം. താൻ നാളെ ഇങ്ങോട്ട് വാ കേട്ടോ, വെച്ചിട്ടുണ്ട്. ഓ, പാൽ മോനെ, പാല് വന്നു. താൻ ഇന്നലെ തന്ന പാലിൽ ഒരു തവളക്കുഞ്ഞുണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? താനല്ലേ പാല് തന്നത്? എടാ, മുനിസിപ്പാലിറ്റിക്കാർ തരുന്ന വെള്ളത്തിൽ തവളക്കുഞ്ഞല്ല, പിന്നെ ആനക്കുഞ്ഞ് കിടക്കും. തോട്ടിലെ വെള്ളം ഒഴിച്ചാൽ പറയും മീൻ കുഞ്ഞ് കിടക്കുന്നു, പൈപ്പിലെ വെള്ളം ഒഴിച്ചാൽ പറയും തവളക്കുഞ്ഞ് കിടക്കണം. ഇനി ഞാൻ എന്തോ വെള്ളം ഒഴിക്കാനാ? മഴ വെള്ളം ഒഴിക്കാം. മാധവൻ ചേട്ടൻ വിളിക്കുന്നു. മാധവൻ ചേട്ടൻ ആരാ? കൊള്ളാം. താൻ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? മാധവൻ ചേട്ടൻ അറിയാത്തവർ ഈ ഭൂമി മലയാളത്തിലില്ല. അദ്ദേഹം ആള് മഹാപെശക. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വന്ന് കാല് പിടിക്ക്. കരഞ്ഞു പറഞ്ഞ ഒരു പക്ഷെ ക്ഷമിക്കുന്നു വരും. ആളിച്ച പ്രസാദ ആക്കട്ടെ, ജോലി ചെയ്തില്ലേ മേസ്ത്രി വഴക്ക് പറയും. എടോ, താൻ പോയി പറ, ഇപ്പൊ വരുന്നില്ലെന്ന്. മുതലാളി ഇല്ലാത്തപ്പോ അധികാരം മുഴുവൻ സുമതിക്കായിരിക്കും. എന്നോട് പോരെന്ന് പറഞ്ഞ എന്തിനാ? അവര് വിളിച്ചത് വഴക്കിടാനാ. തനി ചട്ടമ്പികളാവന്മാര്. വാസം ഇവിടെ പുതിയ ആളല്ലേ, ആരും അറിയത്തുമില്ല. എന്താടാ ഇപ്പൊ സൗകര്യപ്പെടില്ലെന്ന് ആ സുമതിയെ പറയാൻ പറഞ്ഞു. ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ കുറച്ച് കൂട്ടിയും പറഞ്ഞു. എന്നിട്ട് പക്ഷെ അവനൊരു പുഴു പോലെ കരുതി. അവനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. പൊന്നാശനെ ഇപ്പൊ പോകണ്ട, മുതലാളി ഇവിടെ ഉണ്ട്. സാവിത്രി, ആഹാ, എങ്ങോട്ടാ കാലത്തെ ചമഞ്ഞൊരുങ്ങി? പെണ്ണ് കാണാൻ പോവാണോ? പിന്നെ പോലെ ഒരു പെണ്ണിന്റെ ഓർമ്മ മനസ്സിലുള്ളപ്പോഴും. അല്ല, ഒരുക്കം കണ്ടോണ്ട് ചോദിച്ചതാ. ഒരിടം വരെ ഒന്ന് പോണം. ഒരു പശുവിനെ നോക്കി വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ പടി വരെ പോയിട്ട് തിരിച്ചു വാ. ഭ്രാന്തം തുടങ്ങിയോ? ഇപ്പോഴില്ല, ഇനി വരുമോന്നും അറിയില്ല. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോ നിന്നെ ശകുനം കൊണ്ടോണ്ട് പോന്ന് വിചാരിച്ച. ഓ പിന്നെ ഇരട്ട ബ്രാഹ്മണനെയും വേശ്യയും ശകുനം കാണുന്നത് നല്ലതാ. തോയാസം പറഞ്ഞാലുണ്ടല്ലോ. സത്യത്തിന്റെ നേരെ ആട്ടിയതുകൊണ്ട് യാതൊരു കാര്യമില്ല പെണ്ണെ. ദേഷ്യം വരുമ്പോഴാണ് നിന്നെ കാണാൻ കൂടുതൽ